നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്ക് ഭയം തോന്നുന്നു സാർ. ഞാൻ പരാജയപ്പെട്ടു. എന്റെ സഹോദരി അവൻ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. ഏത് നിമിഷവും അവൻ രക്ഷപ്പെടും. അതുമാത്രമല്ല, എന്റെ സഹോദരി എനിക്ക് നഷ്ടപ്പെടും. ഇനിയിപ്പോ എന്താണ് ചെയ്യുക? അവനെ ഏറ്റവും വേഗത്തിൽ തന്ത്രപൂർവ്വം തിരിച്ച് ജയിലിലെത്തിക്കണം. എന്താടോ കട പൂട്ടിയില്ലടോ? പൂട്ടുവാ. ഒരുപാട് തീർന്നു. ഇത് ആന്റപ്പന്റെ വണ്ടിയല്ലേ? ആന്റപ്പനോടെ പോയി അടുത്ത വീട്ടിലെന്തോ കൊടുക്കാൻ പോയതാ. 2 ദിവസം കുട്ടികളെ കാണാനേ ഇല്ലായിരുന്നല്ലോ. താനെന്താ നാളികേരം കൊണ്ടെത്തരാന്ന് പറഞ്ഞു കൊണ്ടുവരാ? ഞാൻ നാളെ തീർച്ചയായിട്ടും കൊണ്ടുവരാം സാറേ. താനവിടെ പോന്നു? ശ്രീധരൻ മുതലാളുടെ വീട് വരെ ഒന്ന് പോണം. ആരാ? റോയ് വിളിക്കുന്നു. ഹലോ. ഞാൻ റോയ് ആണ് സർ. എന്താ? വണ്ടിക്കാരൻ ആന്റപ്പന്റെ വണ്ടിയിലെ ഒരു ചാക്കിനകത്ത് കുറെ തോക്കുകളും വേറെ കുറെ ആയുധങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. എപ്പോ? ഇപ്പോ. അവൻ എങ്ങോട്ടാ പോയത്? ശ്രീധരൻ മുതലാളിയുടെ വീട്ടിലേക്ക് പോകുന്നെന്നാ പറഞ്ഞത്. നീ ഒരു കാര്യം ചെയ്യ്, നീ അവനെ ഫോളോ ചെയ്യ്. എവിടുന്നാ സംസാരിക്കുന്നത്? ടെലിഫോൺ ജംഗ്ഷനിൽ നിന്ന്. ഞാൻ എത്തിയേക്കാം. വളരെ കെയർഫുൾ ആയിരിക്കണം. ഞാൻ വരുന്നു. ഓക്കെ. എന്താടാ വണ്ടിയിൽ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? വണ്ടിയിൽ എന്താണെന്ന് അത് ചോദിക്കാൻ നിങ്ങളാരാ? സത്യം പറയടാ, ആർക്കാ നീ ആയുധങ്ങൾ കൊണ്ടുപോയത്? എനിക്കറിയില്ല സാർ. നിനക്കറിയില്ല അല്ലേ? പറയടാ. പറഞ്ഞില്ല നിന്നെ കൊന്നുകളയും ഞാൻ. ഞാൻ പറയില്ല. സത്യം. ഇനി എന്നെ തല്ലല്ലേ സാർ, ഞാൻ പറയാം. പറയടാ, ആർക്കാ കൊണ്ടുപോയത്? അലക്സാണ്ടറിന്. അത് ഞങ്ങൾക്കറിയാം. ഫാദർ സേവ്യരോടെ പോയി. സേവ്യറച്ചൻ വരുമെന്ന് അറിവ് കിട്ടിയ അന്ന് ഞാൻ വണ്ടിയുമായി ബസ് സ്റ്റാൻഡിൽ കാത്തു നിന്നു. അച്ഛൻ ഇന്നലെ വരുമെന്ന് കരുതി ഞാൻ ഇന്നലെ വന്ന് കാത്തു നിന്നു. ഇന്നലെ പുറപ്പെടാൻ പറ്റിയില്ല. വളരെയധികം ആൾക്കാരോട് യാത്ര ചോദിക്കാനുണ്ടായിരുന്നു. അച്ഛന്റെ നാടെവിടെയാ? ഇത് തന്നെ. 5-8 വയസ്സ് വരെ ഞാൻ ഇവിടെ തന്നെയായിരുന്നു. ആഹാ. അതിനുശേഷം പഠിച്ചതും വളർന്നതും പട്ടം വാങ്ങിയതും എല്ലാം അരമനയിലും. 60 വർഷം കഴിഞ്ഞു. അച്ഛൻ ആരൊക്കെയുണ്ട്? യേശുവും കന്യാമറിയവുമാണ് എന്റെ മാതാപിതാക്കൾ. ഞാൻ അനാഥനാണ്. ജനിച്ചു വളർന്ന മണ്ണിൽ തന്നെ ആവട്ടെ മരണമെന്ന് കരുതി നിർബന്ധമായിട്ടാ ഞാൻ ഈ കാട്ടുമുക്കിലേക്ക് വന്നത്. ഇത് മോളാണല്ലേ? ആ. എന്താ വേണ്ടത്? പിടിയടാ. തൊട്ടുപോകരുത്.
വിജയടാ കിളവനെ. അച്ഛനെ തൊട്ട കഴിഞ്ഞാൽ പറ്റും. എന്റെ കുഞ്ഞിനൊന്നും ചെയ്യരുത്. നാളെ മുതൽ ഇവിടുത്തെ പുതിയ അച്ഛൻ ഞാനായിരിക്കും. വെറും 2 മാസത്തേക്ക് മാത്രം. അതും പോലീസിൽ നിന്ന് മറഞ്ഞു നിൽക്കാൻ. അത് കഴിഞ്ഞാൽ ഞാൻ പൊയ്ക്കൊള്ളാം. അതുവരെ നിന്റെ കുഞ്ഞ് എന്റെ കൂടെ ആയിരിക്കും. ഏതെങ്കിലും സാഹചര്യത്തിൽ പുറത്തറിയാൻ ഇടയായാൽ ആ നിമിഷം നിന്റെ കുഞ്ഞിനെ ഞാൻ വലിച്ചു കീറിയിരിക്കും. ഇല്ല, ഞാൻ ആരോട് പറയില്ല. ദയവ് ചെയ്ത് എന്റെ കുഞ്ഞിനൊന്നും ചെയ്യരുത്. ഈ സത്യം പുറത്തു പറഞ്ഞു എന്നറിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ തഴുകിക്കൊണ്ടിരിക്കുന്ന കൈകൾ കൊണ്ട് തന്നെ ആ ദ്രോഹി എന്റെ മകളെ കഴുത്ത് ഞെരിച്ചു കൊല്ലും. ഫാദർ സേവിയറിനെ എവിടെയാണ് കുഴിച്ചു മൂടിയത്? ദൈവത്തെ ഓർത്ത് എന്റെ കുഞ്ഞിനെ കൊലക്ക് കൊടുക്കരുത് സാറേ. ഇല്ല, നീ ഭയപ്പെടേണ്ട. നിനക്കോ നിന്റെ കുഞ്ഞിനോ ഒന്നും സംഭവിക്കില്ല. ഞങ്ങൾ ഇത് അറിഞ്ഞ കാര്യം അവൻ അറിയുകയും വേണ്ട. ശരി സാർ. ഇനിയാണ് നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നേരം വെളുത്താൽ ആ കുഞ്ഞിനെ നമ്മൾ കൈക്കലാക്കുന്നു, പള്ളി വളയുന്നു. ആ മൈക്രോ ടേപ്പ് കൈക്കലാക്കുക എന്നതായിരിക്കണം നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. രാജ്യാന്തര രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ടേപ്പ് അന്യരാജ്യത്ത് പോകുന്നതിന് മുമ്പ് നാം പിടിച്ചെടുത്തിരിക്കണം. അവനെ ജീവനോടെ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? ഷൂട്ട് ചെയ്യും. എത്ര കുടുംബങ്ങളെയാണ് അവൻ കൂട്ടക്കൊല നടത്തിയിട്ടുള്ളതെന്ന് അറിയാമോ? നമ്മുടെ പോലീസ് ഇവിടെ എത്തുന്നതിന് മുൻപ് തമിഴ്നാട് മിലിറ്ററി പോലീസിന്റെ സഹായം തേടുന്നതാണ് നല്ലത്. കാരണം അവർക്ക് കുറുക്കു വഴിയിലൂടെ വേഗം ഇവിടെ എത്താൻ കഴിയും. തീർച്ചയായും. ഞാൻ ഉടനെ IG-യുമായി ബന്ധപ്പെടാം. സാർ, ക്ഷമിക്കണം. എന്റെ ജീവൻ ബലിയർപ്പിച്ച് ഞാൻ സാറിന്റെ ലക്ഷ്യം നിറവേറ്റാം. പക്ഷേ ജയിലിൽ വെച്ച് സാർ എനിക്ക് തന്ന വാഗ്ദാനം മറന്നിട്ടില്ല. ഇത് കഴിഞ്ഞാൽ ഉടൻ ആളെ ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം SP അറിയണ്ട. റോയ്, വീട്ടിലേക്ക് വെക്കോളൂ. നാളെ രാവിലെ റെഡിയായി ഇങ്ങോട്ട് വന്നാൽ മതി. ഇന്ന് രാത്രി മുഴുവൻ ഞങ്ങൾക്ക് ധാരാളം ജോലിയുണ്ട്. സോ ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. റോയ് നാം ഉദ്ദേശിച്ചതുപോലെ അല്ല, അല്ലേ? നോ, വിശ്വസിക്കാറായില്ല. അവൻ കൊടുങ്കാറ്റാണ് സാർ. നിശബ്ദതയാൽ ആവരണം ചെയ്തിരിക്കുന്ന ഭീകരനായ കൊടുങ്കാറ്റ്. അവന്റെ സഹോദരിയെ മാനഭംഗപ്പെടുത്തിയത് സീക്കൽ ഗുപ്തയാണെന്ന് ഇതിനു മുമ്പ് അവൻ അറിഞ്ഞാൽ അവനെ സ്വപ്നത്തിൽ പോലും നമുക്ക് കാണാൻ കഴിയില്ല. തൽക്കാലം നമുക്കത് മറച്ചു പിടിക്കാം. എവിടെ മുതലാളി? മുതലാളി ഇല്ല. എവിടെ പോയി? അദ്ദേഹം ടൗണിൽ പോയിരിക്കാം. നാളെ രാവിലെ വരൂ. റോയി എത്തിയില്ലേ പിന്നെ? ഇല്ല. അച്ഛനിരിക്കൂ. എനിക്ക് ഡിന്നർ കഴിഞ്ഞ് അല്പം നടക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോഴാണ് ഇവിടെ ലൈറ്റ് കണ്ടത്. സോഫി ഉറങ്ങിയില്ലേ? ഞാൻ ചേട്ടൻ വന്നിട്ടേ ഉറങ്ങാറുള്ളൂ. ആ ചേട്ടൻ വന്നല്ലോ. അച്ഛനെപ്പോ വന്നു? ഞാൻ വന്നിരുന്നതേ ഉള്ളൂ. വല്ലതും കഴിച്ചോ?
എനിക്ക് വല്ലതും ഉണ്ടോ? എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അച്ഛനെന്താ പ്രത്യേകിച്ച് വന്നത്? ഞാൻ റോയിയോട് ഒരു കാര്യം പറയാനാണ് വന്നത്. എന്താ വിശേഷിച്ച്? അല്ല, വളരെ നന്നായിരിക്കുന്നു. എന്ത്? അല്ല, ഈ നാടകം നന്നായിരിക്കുന്നു എന്ന് പറയുകയായിരുന്നു. മനസ്സിലായില്ല. ഈ കള്ളനും പോലീസുമായിട്ടുള്ള കളിയെ വളരെ നന്നായിരിക്കുന്നു എന്ന്. രണ്ടുപേരും നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നു, വളരെ നന്നായിട്ട്. പക്ഷേ ഞാൻ പോവും. ഇൻസ്പെക്ടർ ജോർജ് തോമസ് അല്ല, അവന്റെ തലതൊട്ടൊപ്പം വന്നാലും അലക്സാണ്ടർ പോവും. തൽക്കാലം ഇവിടെ വന്നത് നിന്നെ ഒന്ന് സഹായിക്കാൻ മാത്രം. കൂട്ടത്തിൽ എനിക്കൊരു സഹായം. നീ ആരെ തേടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്? അതിന്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയാം. ജോർജ് തോമസ് അവനെ നിനക്ക് വിട്ടുവരുന്ന് നീ ധരിക്കുന്നുണ്ടോ? വേണ്ട. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു കുറ്റവാളിയെ സഹായിച്ച ചരിത്രം ഇന്നോളമില്ലടാ. നീ എന്റെ കൂടെ വരൂ, ഞാൻ അവനെ നിനക്ക് തരാം. അവൻ ഞങ്ങളുടെ ഇവിടുത്തെ താവളമായ BS ബംഗ്ലാവിലുണ്ട്. നാളെ പുലർച്ചയ്ക്ക് ഞങ്ങൾ മാഗ്നസൈറ്റ് ഏരിയയിലേക്ക് പുറപ്പെടും. നിങ്ങൾക്ക് പോകാൻ കഴിയില്ല, എല്ലാ വഴികളും പോലീസ് വളഞ്ഞിട്ടുണ്ട്. ഞാൻ വന്ന വഴി ആരും അറിഞ്ഞിട്ടില്ല. ആ വഴി തന്നെ ഞാൻ പോകും. എന്തു പറയുന്നു? എനിക്ക് മറ്റൊന്നിലും താല്പര്യമില്ല മിസ്റ്റർ അലക്സാണ്ടർ. ഗുപ്തയെ നിങ്ങൾക്ക് എന്റെ കയ്യിൽ ഏൽപ്പിക്കാമോ? തീർച്ചയായും. നാളെ അതിരാവിലെ നീ BS ബംഗ്ലാവിലെത്തണം. തൽക്കാലം ഞാൻ ഇവിടെയും കൊണ്ടാണ് പോകുന്നത്. മിസ്റ്റർ അലക്സാണ്ടർ, ദയവ് ചെയ്ത് ആ പെൺകുട്ടിയെ ഉപദ്രവിക്കരുത്. അവൾ നിരപരാധിയാണ്. പ്ലീസ്. നോ നോ. പക്ഷേ ഞങ്ങൾ പോയി കഴിയുമ്പോൾ പോലീസിന് ഫോൺ ചെയ്ത് എന്നെ വളഞ്ഞു പിടിക്കാൻ ശ്രമം നടത്തിയ ഒരു പോലീസിന്റെ ഗന്ധം എന്റെ താവളത്തിന് സമീപം അനുഭവപ്പെട്ടാൽ ഇവളെ പീസാക്കി വഴിയിലിട്ടിരിക്കും. അലക്സാണ്ടർ ചെയ്ത കൊലപാതകങ്ങളുടെ ലിസ്റ്റ് ബി കെയർഫുൾ. ഹലോ ഹലോ ഹലോ. ഒരു പോലീസിന്റെ ഗന്ധം എന്റെ താവളത്തിന് സമീപം അനുഭവപ്പെട്ടാൽ ഇവളെ പീസാക്കി വഴിയിലിട്ടിരിക്കും. ഹലോ. ഇങ്ങോട്ട് വിളിച്ചിരുന്നോ? ഇല്ല. ആ, ഒരു കോള് വന്ന് കട്ടായിപ്പോയി. അപ്പൊ പറഞ്ഞതുപോലെ രാവിലെ കാണാം. ശരി. സോഫി ഉറങ്ങിയോ? ഉറങ്ങി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.